അവിടെ ഈ കളവന്മാർ ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന കളവന്മാരുണ്ടല്ലോ, മാറികൾ നാണും മാനും ഇല്ലാത്തമാര് എന്തെല്ലാം ന്യൂസാടാ പറയുന്നത്. എന്ത് ഇല്ലാത്ത ഇവിടെ പക്ക ഫേക്ക് ന്യൂസാണ്. ഇതിന് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കാൻ പറയടാ. യൂട്യൂബർ തൊപ്പിയും കൂട്ടാളികളും നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അന്താരാഷ്ട്ര ഹവാല ഇടപാടുകളാണെന്നും പണം കോടിക്കണക്കിന് രൂപയുടെ അന്താരാഷ്ട്ര ഞാൻ പോലും അറിയാണ്ട് ഞാൻ മാഫിയായി മാറി. ഓക്കെ, ഞാൻ മാഫിയായി, ഞാൻ ഇന്റർനാഷണൽ മാഫിയാണ് ഇപ്പോ. കളവൻ അങ്ങനെ പറയുന്നത്. കൂടുതലും റഷ്യയിൽ നിന്നാണെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. യൂട്യൂബർ തൊപ്പിയുമായി ബന്ധപ്പെട്ട MDMA കേസ് അന്വേഷണം ഹവാല ഇടപാടിലേക്കും ഇപ്പോൾ നീങ്ങുകയാണ്. തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായിരുന്നു. ഈ കളവന്മാർ ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന കളവന്മാരുണ്ടല്ലോ, മാറികൾ നാണും മാനും ഇല്ലാത്തമാര് എന്തെങ്കിലും ഒരു ഇത് കാണിക്കാൻ പറയടാ. ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് രാസലഹരി വാങ്ങിയിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ഹവാല രാസലഹരി ഇതെല്ലാം അന്നെന്തിനാണ് ബന്ധിപ്പിക്കുന്നത്? ഒട്ടത്തലയാ വെച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും 1 കോടിയിലധികം രൂപ ഒരു മാസം 1 കോടി, ഒരു മാസം 1 കോടി കിട്ടുന്ന ആളാണ് ഞാനെങ്കിൽ ഞാൻ പോലും അറിയാണ്ട് എന്നെ ഇവരെന്താ ഏടെ എത്തിച്ചു വെക്കുന്നത്? ഞാൻ ആരാ? ഇവരെ മൈൻഡിൽ ഞാൻ ആരാ? ഇവരെന്താ ആക്കി വെക്കുന്നത്? ഒരു മാസം 1 കോടി റുപ്യ റഷ്യ നിനക്ക് കിട്ടുന്നതാ? ഇവരെന്താടാ പറയുന്നത്? വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ പണം ഹവാല ഇടപാടിലൂടെ കണ്ണൂർ വളപട്ടണത്ത് മാറിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. കണ്ണൂർ സ്വദേശിയായ തൊപ്പി എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്താടാ തീവ്രവാദി ആയുധക്കടത്തലും പറയുന്ന പോലെ? ഇനി എനിക്ക് തോന്നുന്ന അടുത്ത തന്നെ വരാൻ പോകുന്നത് തൊപ്പി പാകിസ്ഥാൻ ചാരൻ ആയുധക്കടത്തുമായി പിടിയിൽ. അതാണ് ഇനി അടുത്ത വരാൻ പോകുന്ന വാർത്ത. മനസ്സിലാവും? എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതെന്തോ ശരിക്കും തീവ്രവാദിനെ കുറിച്ചെല്ലാം പറയുന്ന പോലെയാണ്. വളപട്ടണം സ്വദേശിയും ബിസിനസ്സുകാരനുമായ മുനാവർ എന്ന മുനീറിനെ കേന്ദ്രീകരിച്ചു. മുനീറല്ല, മുനവർ. എടാ പാവോ ബിസിനസ്. ഇത് മാഫിയനെ കുറിച്ച് പറയുന്ന പോലെ പറയുന്ന മൊട്ട കണ്ണാടി തലയോ നിന്റെ ഇവനെല്ലാം ഉണ്ടല്ലോ. ഒരു കാര്യം, ഒരു വാർത്ത ഇടുമ്പോ ഇത് ഇവര് നോക്കുന്നില്ലടാ, ഒരു സത്യാവസ്ഥ ഇവര് നോക്കുന്നില്ലടാ. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ട്, എന്തെങ്കിലും നോക്കണ്ടേ? എന്താ പറഞ്ഞേ? കണ്ണൂർ സ്വദേശിയായ തൊപ്പി എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. വളപട്ടണം സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഇവന് തട്ടുകടയാന്നട്ടാ. ഇവൻ തട്ടുകടയിൽ മുട്ടുമുട്ട അടിക്കലാണ് ഇവന്റെ പണി. ഇവനെ കുറിച്ചാണ് പറയുന്നത്. ഇയാളെന്തൊക്കെ ചെയ്യണോടാ എനിക്ക്? പ്രവർത്തിച്ചിരുന്നത്. വളപട്ടണം സ്വദേശിയും ബിസിനസ്സുകാരനുമായ മുനാവർ എന്ന മുനീറിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. ഇവരുടെ ബിറ്റ്കോയിൻ ഇടപാടുകളിലെ വിശദാംശങ്ങളും ശേഖരിക്കുന്നുണ്ട്. മുന്നൂറ് തട്ടുകടയില് പേയ്മെന്റ്സ് ഇത് മാറ്റിയിട്ടുണ്ട്. പേയ്മെന്റ്സിന് QR കോഡ് വഴി, ഗൂഗിൾ പേ വഴി അല്ല, ബിറ്റ് കോയിൻ വഴിയാന്ന് പേയ്മെന്റ് എടുക്കും. സമൂസ തിന്നാലും കല്ലുമുക്കായി തിന്നാലും കട്ടൻ ചായ കുടിച്ചാലും പേയ്മെന്റ് ബിറ്റ് കോയിൻ വഴി മാത്രമേ എടുക്കും. ഓക്കെ, ബിറ്റ് കോയിൻ ഓൺലി പേയ്മെന്റ്സ്. നോക്കട്ടെ, കഴിഞ്ഞോ? ഈ മൊട്ട പട്ടി ഇവനുണ്ടല്ലോ, കൈമ കിട്ടിയാടാ. കുറെ എണ്ണുണ്ട്, ഇവനൊന്നല്ല, കുറെ എണ്ണുണ്ട്. ഞാൻ വേറെ കുറെ ന്യൂസ് കണ്ടിട്ടുണ്ട്. എന്തെല്ലാം നീ പട്ടികൾ പറയുന്നടാ, എന്തെല്ലാടാ പറയുന്നത്? അല്ല, ഇത് ഒരു കണക്കിന് ഇതൊരു നമ്മളെ പൊക്കി പറയുന്ന പോലെ ആണ്. അല്ല, 1 കോടി എനക്ക് ഒരു മാസം കിട്ടുന്ന പറയുന്നവര്. അത് ഇന്റർനാഷണൽ മണി. റഷ്യൻ മാഫിയ. ഞാൻ റഷ്യൻ മാഫിയാണ് കേട്ടാ. ഇവരെ കണ്ണിൽ ഞാൻ റഷ്യൻ മാഫിയാണ്. മനസ്സിലാവും? കേസ് കൊടുക്കുക, അവർ ലോക്കാം. എന്റെ വക്കീൽ, ഞാൻ ഒരു കാര്യം പറ്റാ. എന്റെ അഡ്വക്കേറ്റ് ആരാന്നറിയോ? എന്റെ അഡ്വക്കേറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അഡ്വക്കേറ്റ് ആദിത്യൻ SK എന്നൊട്ടൊരു വക്കീലുണ്ട്. ഓക്കെ, പുള്ളിയാണ് എന്റെ കേസിൽ നോക്കുന്നത്. ഓക്കെ, പുള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെയുള്ള ബെസ്റ്റ്, ഓൾമോസ്റ്റ് ഒരു ടോപ്പ് 10 ടോപ്പ് 5 ഉണ്ടാവും. അത്രയും ബെസ്റ്റ് വക്കീലാണ്. ഓക്കെ, പുള്ളിനോട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാനനഷ്ടത്തിന്
ഈ കുറെ 24 ന്യൂസ് റിപ്പോർട്ടർ എല്ലാവരും ഞാൻ കാര്യം പറ്റേ എല്ലാ ന്യൂസ് ചാനലും ഒരു 10 ലക്ഷം വെച്ച് എനിക്ക് തന്നോ. ഓക്കെ, പടാ സിനിമ കാണുന്ന ഇവിടുന്ന് ഞാൻ ലൈവ് ചെയ്തോണ്ട് നീ ബാക്കുന്ന സിനിമ കാണുന്ന പുതിയ പടം. എടാ ഇവിടെ സിനിമ കാണൽ നടക്കൂല, ലൈവാന്ന് പോ അപ്പുറത്ത്. ഇത് കഴിഞ്ഞിട്ട് ചെയ്തോ. ഇല്ല റിമോട്ടിങ്ങാ റിമോട്ട് നടക്കൂല. എനിക്ക് ലൈവ് ചെയ്യണം. ഇല്ല ഓവറാക്കുന്നല്ല കാര്യം, തമാശല്ല. ഇത്രയും ദിവസത്തെ പോലെയല്ല. എടാ എനിക്ക് ലൈവ് ചെയ്യണോടാ. ഞാൻ ഇത്ര ദിവസം ഓക്കെ, ഞാൻ ഒന്നും ലൈവൊന്നും ചെയ്യാണ്ട് നിങ്ങളൊന്ന് ചില്ലടിച്ച് നടന്ന് ഓക്കെ. അതൊന്ന് ചോദിച്ചിട്ട് എനിക്ക് ലൈവ് ചെയ്യുന്ന ആകെ 1-2 മണിക്കൂറേ ഞാൻ ലൈവ് ചെയ്യുന്ന. ആ ടൈം നിങ്ങളൊന്ന് ഇത് കാടാ, ഒരു പ്രൈവസി ആടാ. മാനനഷ്ടത്തിന് കേസ്. ഓക്കെ, വക്കീൽ നോട്ടീസ് അയക്കാം. അഡ്വക്കേറ്റ് ആദിത്യൻ SK പുള്ളിയാണ് കേസ് നോക്കുന്നത്. എൻ്റെ എല്ലാ കേസും പുള്ളിയാണ് നോക്കുന്നത്. ഇതുവരെ ഒരു കേസ് പോലും തോക്കാത്ത വക്കീലാണ്. ഓക്കെ, ഇതുവരെ ഒരു കേസ് പോലും തോറ്റില്ല. പുള്ളി ഇത് വക്കീൽ നോട്ടീസ് അയക്കാൻ പോയത്. ഇത് ലിസ്റ്റാക്കിയിട്ട് എല്ലാ ന്യൂസ് ചാനലിനെതിരെയും മാനനഷ്ടത്തിന് കൊടുക്കാൻ പോയത്. ഓരോ 10 ലക്ഷം വെച്ച് എല്ലാ ന്യൂസ് ചാനലും എനിക്ക് കറക്റ്റ്. കാരണം എൻ്റെ മാനം പോയി എന്ന് ഞാൻ പറയും. എൻ്റെ മാനനഷ്ടം എനിക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ കള്ള് വരെ ഇതുവരെ കുടിച്ചിട്ടില്ല. മനസ്സിലാവും. ഞാൻ ഇതുവരെ എന്നെക്കുറിച്ചാണ് മയക്കുമരുന്നെന്ന് പറഞ്ഞത്. മനസ്സിലാവും. അത് ഞാൻ ഡ്രൈവറായിട്ട് ഇവിടെ ഒരാഴ്ചത്തേക്ക് ഒരുത്തനെ നിർത്തിച്ചിട്ട് ഓൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള MDMA എന്ത് ചെയ്ത രാസലഹരി കേസ്. MDMA അല്ല, എന്താ വേറെന്തോ ഒരു ഇതുണ്ട്. ഏത് ഡ്രഗാന്ന് പോലും എനിക്കറിയില്ല. എന്തോ ഒരു ഡ്രഗ് കേസ്. ആ കേസിന് എൻ്റെ പേര് എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞാൽ ന്യൂസ് ഉണ്ടായ. അതും ഞാൻ റഷ്യയിൽ നിന്ന് വരുന്ന പൈസനെ കൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇത് 24 റിപ്പോർട്ടർ എല്ലാവരും എനിക്ക് റിപ്പോർട്ടർ എനിക്ക് കുറച്ച് കൂടുതൽ. റിപ്പോർട്ടർ ഒരു 20 ലക്ഷം തരട്ടെ. ബാക്കി എല്ലാ ചാനലിലും 10 ലക്ഷം തന്നാൽ മതി. റിപ്പോർട്ടർ എനിക്കൊരു 20 ലക്ഷം തരണം. കാരണം എനിക്ക് റിപ്പോർട്ടറാണ് എനിക്ക് കൂടുതൽ മാനനഷ്ടം ഉണ്ടായിരുന്നത്. ഇവരെന്തെല്ലോ ഉണ്ടാക്കി പറയുന്നു, എന്തെല്ലോ പറയുന്നു. നിനക്കെന്താ ഇവന് മാനനഷ്ട, മുനൂക്ക് മാനനഷ്ടം ഉണ്ടോ? ഇവനെന്താ കൊടുക്കുക? നിനക്ക് മാനനഷ്ടമായിട്ട് ഒരു കായട തരാം, അല്ലെങ്കിൽ ഒരു പഴം നിറച്ചത്. ഹവാല. ഞാൻ ഈ കേസ് വന്നതിന് ശേഷം ഹവാല എന്താന്ന് ഞാൻ അന്വേഷിച്ചു, സെർച്ച് ചെയ്യുന്നത്. ഹവാല എന്താന്ന്? ഹവാല മുട്ടായി അല്ല. ഞാൻ ഹവാല എന്താന്ന് സെർച്ച് ചെയ്യുന്നത് ഈ കേസ് വന്നു കേൾക്കാം. ഞാൻ എൻ്റെ ഹവാലമായിട്ട് എൻ്റെ അക്കൗണ്ടിലുള്ള വരുന്ന ഓരോ പൈസയും ടാക്സ് അടച്ചിട്ടുള്ളത്. ഞാൻ ഓരോ സാധനം വാങ്ങിയത്, BM വാങ്ങിയത്, എൻ്റെ ബിസിനസ് എല്ലാത്തിനും പൈസ ഇട്ടത്, എല്ലാത്തിൻ്റെയും ഓരോന്നിനും ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവും. 52% ടാക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പകുതി എനിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ നേരെ പകുതി ഞാൻ ടാക്സ് കൊടുത്തിട്ട് ഓരോ കാര്യം ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഹവാല ഒട്ടകള്.